Hi everyone, welcome to Commerce World. Calicut University second semester M.Com മാനേജ്മെന്റ് സയൻസ് എന്ന സബ്ജക്റ്റിത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് ഇതിൽ നിങ്ങൾക്ക് തിയറിയും ഉണ്ട്, പ്രോബ്ലവും ഉണ്ട്. ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല. അതായത് ഒരു 4 വീഡിയോ എന്തോ ആണ് ഞാൻ ഇതിന് ഇട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ മാർക്കോ അനാലിസിസും അതുപോലെ തന്നെ ക്യൂയിങ് തിയറി, ദെൻ ഫസ്റ്റ് ചാപ്റ്റർ, അങ്ങനെയുള്ള തിയറീസ് ആണ് ഞാൻ അതിൽ ഇട്ടിട്ടുള്ളത്. പ്രോബ്ലം ഞാൻ ഇട്ടിട്ടില്ല. എനിക്കത് ഇടാനുള്ള സമയം കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ബിക്കോസ് നിങ്ങൾക്കത് ഞാൻ ചെയ്ത് കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഞാൻ ചുമ്മാ ഒരു സ്ക്രീന് കാണിച്ചിട്ട് ഇതിങ്ങനെ വന്നതാണ്, ഇതിവിടെ ഇങ്ങനെ വെട്ടി, ഇതിവിടെ ഇങ്ങനെ വെട്ടി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവൂല. സോ എനിക്കതിന്റെ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പ്രോബ്ലം ഇടാം, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ തിയറി വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ഇടുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും തിയറി ഉണ്ടാകും, പ്രോബ്ലം ഉണ്ടാകുമല്ലോ. തിയറി മാത്രം പഠിച്ചിട്ട് പോയിട്ട് പ്രോബ്ലം മാത്രം പഠിച്ചിട്ട് പോയിട്ട് ഇതിൽ നമ്മൾ ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും തിയറി ഞാൻ ഇടാം, പ്രോബ്ലം എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് അറിയില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ബിക്കോസ് ചുമ്മാ സ്ക്രീനിൽ കാണിച്ചിട്ട് നിങ്ങൾക്കത് ഇത് മൊത്തം വെട്ടലും കുറിക്കലും ഒക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്തായാലും, എനിക്കറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിക്കുക, 2 വെയിറ്റേജ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് സയൻസ് എന്താണ്, അതേപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സും ലിമിറ്റേഷൻസും ചോദിക്കുകയാണെങ്കിൽ 3 വെയിറ്റേജ് ആയിരിക്കും. അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 3 വെയിറ്റേജ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മാനേജ്മെന്റ് സയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരുമല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് പഠിക്കുക, 3 വെയിറ്റേജ് ആണ്. ദെൻ അതിന്റെ ഫേസസ് ഓർ മെത്തഡോളജി പറയുന്നുണ്ട്, 3 വെയിറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ നമ്മളുടെ എന്താണ് മോഡൽസ് പറയുന്നുണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽ പറയുന്നുണ്ട്. ഒരു 3 മോഡൽ പറയുന്നുണ്ട്. ആ മോഡൽസ് നോക്കിയിട്ട് പോവുക, 3 വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ദെൻ ഇതിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. ഓക്കെ, മേ ബി 5 വെയിറ്റേജിന് മേ ബി വരാൻ പറയാൻ പറ്റൂലല്ലോ. ഇത് ചിലപ്പോഴേ എടുത്തുള്ളൂ, പക്ഷെ ഇട്ടാ അത് നിങ്ങൾക്ക് എഴുതാലോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. ലിമിറ്റേഷൻസ് പഠിക്കുക, അത് ഇട്ടിട്ട് പോരാ. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്നത്. ദെൻ നമ്മുടെ LPP ആണ്. LPPയുടെ പ്രോബ്ലം, അതായത് ഗ്രാഫ് വരാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക്, ആ പ്രോബ്ലം ആണ്. ദെൻ അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് ഇൻ ഇൻഡസ്ട്രി ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. അതായത് അതിന്റെ യൂസസ് ആണ് 3 വെയിറ്റേജ്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കിയിട്ട് പോകും. ഓക്കെ, ദെൻ ഫോർമേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ ആണ്. സോ നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 3 വെയിറ്റേജിന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകുക. അതിന്റെ ഇതിന്റെ പ്രോബ്ലം നിങ്ങൾ പഠിച്ചിട്ട് പോകും. ഇത് സിമ്പിൾ ആണല്ലോ, നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നതാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് അതേപോലെ തന്നെ അതിന്റെ ഇത് കൺസ്ട്രക്ട് ചെയ്യണതാണ്. ഇത് ഞാൻ പറ്റുകയാണെങ്കിൽ ഇടാം. ഓക്കെ, ഇത് ഞാൻ മിക്കവാറും ഇടാൻ നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് സിംപ്ലക്സ് ആണ്. സിംപ്ലക്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജ് ആണ്. ദെൻ സ്ലാക്ക് വേരിയബിൾസ് എന്താണ് 2 വെയിറ്റേജ്, സർപ്ലസ് വേരിയബിൾ എന്താണ് 2 വെയിറ്റേജ് ആണ്. ഇതൊക്കെ 2 വെയിറ്റേജിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈ സിംപ്ലക്സ് ടേബിൾ. സിംപ്ലക്സ് ടേബിളിൽ ബിഗ് എം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് പോകുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക് ആണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പറഞ്ഞാൽ എന്താണ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടെക്നിക് ഉണ്ടാകുമല്ലോ, അതെന്താന്നുള്ളത് നോക്കുക. ദെൻ അതിന്റെ യൂസസ് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് നോക്കുക. ദെൻ ഇതിന്റെ മെത്തേഡ്സ് പറയുന്നുണ്ട്, ആ മെത്തേഡിന്റെ തിയറി പഠിച്ചു. ദെൻ അസൈൻമെന്റ് പ്രോബ്ലം ആണ്. അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെന്റ് പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ മെത്തേഡ്സ് ഓഫ് സോൾവിംഗ് നമ്മുടെ അസൈൻമെന്റ് പ്രോബ്ലം. ഓക്കെ, അതെന്താന്നുള്ളത് നോക്കിയിട്ട് പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററി കൺട്രോൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ ടേംസ്, അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഉണ്ട്. ഹോൾഡിംഗ് കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്, സെറ്റപ്പ് കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ 2 വെയിറ്റേജ് ആണ്. ഇതിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ പ്രോബ്ലം വന്നിട്ട് 3 വെയിറ്റേജ് ആണ്. ഇത് നിങ്ങൾക്ക് ഇടാൻ നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് അതായത് ടേംസ് ആണ്. ലീഡ് ടൈം പറഞ്ഞാൽ എന്താണ്, റീഓർഡർ ലെവൽ പറഞ്ഞാൽ എന്താണ്, ബഫർ സ്റ്റോക്ക് പറഞ്ഞാൽ എന്താണ്, സേഫ്റ്റി സ്റ്റോക്ക് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ 2 വെയിറ്റേജിന് വരുന്നതാണ്. ഓക്കെ, ഇത് ഇങ്ങനെയുള്ളതൊന്നും 3 വെയിറ്റേജിന് യൂണിവേഴ്സിറ്റി അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. 2 വെയിറ്റേജിനാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോക്കുക. ദെൻ ഗെയിം തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ അസംഷൻസ് ഓഫ് ഗെയിം തിയറി 3 വെയിറ്റേജ്. സ്ട്രാറ്റജി എന്താണ്, പ്യൂർ സ്ട്രാറ്റജി എന്താണ്, മിക്സ്ഡ് സ്ട്രാറ്റജി എന്താണ്, പേ ഓഫ് മെട്രിക്സ് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ 3 വെയിറ്റേജ്. ദെൻ മാക്സിമൈസിംഗ് ആൻഡ് മിനിമൈസിംഗ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് 3 വെയിറ്റേജ്. സാഡിൽ പോയിന്റ് എന്താണ്, 2 വെയിറ്റേജ്. ലിമിറ്റേഷൻസ് ഓഫ് ഗെയിം തിയറി 3 വെയിറ്റേജ് ആണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസിൽ വരുന്നതാണ്. ഓക്കെ, നെറ്റ്വർക്ക് അനാലിസിസിൽ വരുന്നതാണ്. നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കുക. ദെൻ ഇതിൽ വരുന്നതാണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ നെറ്റ്വർക്ക് ഡയഗ്രാം ആണ്. അതിൽ റൂൾസ് ഫോർ കൺസ്ട്രക്ഷൻ നെറ്റ്വർക്ക് ഡയഗ്രാം ഉണ്ട്, അത് നോക്കുക. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് സ്ലാക്ക് ആൻഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, സ്ലാക്ക് ആൻഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക, 2 വെയിറ്റേജ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രീ ഫ്ലോട്ട് എന്താണ്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്താണ്,
ഇൻഫീരിയർ ഫ്ലോട്ട് എന്താണ് എന്നുള്ളത് ഇതൊക്കെ നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് CPM എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ CPM 3 വെയിറ്റേജ് ആണ്. അപ്പൊ ഇത് നോക്കുക, CPM മാത്രം ചോദിക്കുകയാണെങ്കിൽ 2 വെയിറ്റേജ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ, അതായത് പെർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വരുന്നതാണ് ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻസ് ഓഫ് ക്യൂയിങ് തിയറി. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യൂയിങ് സിസ്റ്റം 3 വെയിറ്റേജ് ആണ്. ഇതിൽ വന്നിട്ട് ജോഗിങ് കൊലൂഷൻ എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ 2 വെയിറ്റേജ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ തിയറി വരുന്നത്. ദെൻ ഓൾസോ മാർക്കോവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കോവ് അനാലിസിസിന്റെ സ്റ്റെപ്സ് ഓഫ് ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് 3 വെയിറ്റേജ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് തിയറി വരുന്നത്. പ്രോബ്ലം ആണെങ്കിൽ നിങ്ങളുടെ LPPയുടെ ഗ്രാഫിന്റെ ഒരു പ്രോബ്ലം, സിംപ്ലക്സ്, ട്രാൻസ്പോർട്ടേഷന്, ദെൻ അസൈൻമെന്റ്, ദെൻ നെറ്റ്വർക്ക്, ദെൻ ഗെയിം തിയറി എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇൻവെന്ററി കൺട്രോൾ, ഇതൊക്കെയാണ് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.